നമസ്കാരം, എൻ്റെ പേര് നിതിൻ എഫ് എന്നാണ്. ഞാൻ SVT ഹോസ്പിറ്റലിലെ കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റാണ്. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം ജനറേഷൻ ഇസഡ് ജെൻ സി പോപ്പുലേഷനിടയിൽ വർദ്ധിച്ചു വരുന്ന HIV ബാധയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ്. ഈ അടുത്ത കാലത്ത് പല റിപ്പോർട്ടുകളും നിങ്ങൾ വായിച്ചിരിക്കും. ജെൻ സി ആൾക്കാരുടെ ഇടയിൽ, അതായത് 1997 മുതൽ 2012 ജനിച്ച ആൾക്കാരെയാണ് ജെൻ സി എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ ഗ്രൂപ്പിൽപ്പെട്ട ആൾക്കാരുടെ ഇടയിൽ HIV വൈറസ് വളരെ വ്യാപകമായിട്ട് വരുന്നുണ്ടെന്നുള്ളതാണ് പല റിപ്പോർട്ടുകളും സൂചിപ്പിക്കുന്നത്. അതായത് 2022 9%, 2023 12%, 2024 അത് 14%, 2025 അത് 15.4% വർദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വർധന എന്തുകൊണ്ടാണ് എന്നുള്ളത് വളരെ പ്രധാനമായിട്ടും നമ്മുടെ സമൂഹം അല്ലെങ്കിൽ ജനറൽ പോപ്പുലേഷൻ ചിന്തിക്കേണ്ടതായിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ ഒരുപാട് കാരണങ്ങൾ നമുക്ക് പറയാനായിട്ട് കഴിയുമെങ്കിലും ഒരു പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് ജെൻ സി പോപ്പുലേഷനിടയിലുള്ള കാഷ്വൽ സെക്ഷൽ റിലേഷൻഷിപ്പ് വർദ്ധിച്ചതായിട്ടാണ് കാണുന്നത്. പ്രത്യേകിച്ച് മാരിറ്റൽ റിലേഷൻഷിപ്പിന് മുന്നേ ഔട്ട്സൈഡുള്ള കാഷ്വൽ സെക്ഷൽ റിലേഷൻഷിപ്പ് ജെൻ സി പോപ്പുലേഷനിടയിൽ കൂടുതലായിട്ടാണ് കാണുന്നത്. പലരും പരിചയപ്പെട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പിലായി കഴിഞ്ഞാൽ പ്രീ മാരിറ്റലായിട്ടുള്ള സെക്ഷൽ റിലേഷൻഷിപ്പിലേക്ക് പോകുന്നതായിട്ടാണ് പല ആൾക്കാരും സൂചിപ്പിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം വരുമ്പോൾ തന്നെ പ്രോപ്പറായിട്ടുള്ള മെത്തേഡുകൾ അവർ ഹെൽത്തി ആയിട്ടുള്ള സെക്യൂർ ആയിട്ടുള്ള പ്രൊട്ടക്റ്റീവായിട്ടുള്ള മെഷറുകൾ സ്വീകരിക്കാത്തത് കൊണ്ട് തന്നെ പലപ്പോഴും ഈ പറഞ്ഞ പോലെ HIV വൈറസ് ബാധിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്നുള്ള വസ്തുത നമ്മൾ മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ ഈ കാഷ്വൽ സെക്ഷൽ റിലേഷൻഷിപ്പിനുള്ളൊരു സാധ്യത വരുന്നത് തന്നെ യങ്ങർ പോപ്പുലേഷനിൽ പല ആൾക്കാരും റെസ്പോൺസിബിലിറ്റി ഇല്ലാതെ സെക്ഷൽ പ്ലഷർ എൻജോയ് ചെയ്യുക എന്നുള്ള മോട്ടിവേഷൻ്റെ പുറത്ത് ജീവിക്കുന്ന ധാരാളം ആൾക്കാരെ നമുക്ക് കാണാനായിട്ട് കഴിയും. അങ്ങനെ വരുന്ന ആൾക്കാരുടെ ഇടയിലാണ് ഈ കാഷ്വൽ സെക്ഷൽ റിലേഷൻഷിപ്പ് കൂടുതലായിട്ടും കാണാൻ കഴിയുന്നത് എന്നുള്ളത് വസ്തുതാപരമായിട്ടുള്ളൊരു കാര്യമാണ്. അതുപോലെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഡേറ്റിംഗ് ആപ്പുകൾ. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഡേറ്റിംഗ് ആപ്പുകൾ വ്യാപകമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്, പ്രത്യേകിച്ച് ജെൻസിയിൽപ്പെട്ട ആൾക്കാർ. അപ്പോൾ വെസ്റ്റേൺ കൺസെപ്റ്റിലുള്ള ഒരു ഡേറ്റിംഗ് ആപ്പുകളല്ല ആക്ച്വലി നമ്മുടെ നാട്ടിൽ ഉപയോഗിക്കുന്നത്. പല ഡേറ്റിംഗ് ആപ്പുകളുടെയും യൂസേഴ്സിൻ്റെ അല്ലെങ്കിൽ ആക്റ്റീവായിട്ടുള്ള യൂസേഴ്സിൻ്റെ അണ്ടർലൈങ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ ഇന്നറായിട്ടുള്ള ഫൈനൽ പർപ്പസ് എന്ന് പറഞ്ഞാൽ കാഷ്വൽ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ സെക്ഷൽ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് ഒരു പാർട്ട്ണറെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് അണ്ടർലൈങ് ആയിട്ടുള്ള വളരെ മോട്ടീവ് എന്ന് പറയുന്നത്. അല്ലാതെ ഒരു മാട്രിമോണിയൽ ലെവലിലേക്ക് എത്തുക എന്നുള്ളത് വളരെ റെയറായിട്ട് അല്ലെങ്കിൽ ഇല്ല എന്ന് തന്നെ നമുക്ക് പലപ്പോഴും പറയേണ്ടി വരും. അപ്പോൾ ഈ ഡേറ്റിംഗ് ആപ്പുകളുടെ ഉപയോഗവും സബ്സിക്വൻ്റ്ലി കാഷ്വൽ സെക്ഷൽ റിലേഷൻഷിപ്പ് വർദ്ധിക്കുന്നത് വഴി HIV വൈറസ് ജെൻ സി പോപ്പുലേഷനിടയിൽ വരാനുള്ള അല്ലെങ്കിൽ കൂടാനുള്ള സാധ്യത ആയിട്ട് തന്നെയാണ് ഞാൻ വിലയിരുത്തുന്നത്. അതുപോലെ തന്നെ മൈഗ്രൻ്റ് സ്റ്റുഡൻറ്റ് പോപ്പുലേഷൻ്റെ ഇടയിലും ഇത്തരത്തിലുള്ള സെക്ഷൽ ട്രാൻസ്മിറ്റിംഗ് ആയിട്ടുള്ള HIV വൈറസിൻ്റെ ബാധ അല്ലെങ്കിൽ സ്പ്രെഡ് കൂടുതലായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഇതിനൊക്കെ ഒരു പരിഹാരം എന്താണെന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇപ്പോൾ നമ്മുടെ എയ്ഡ്സിൻ്റെ അല്ലെങ്കിൽ HIV വൈറസ് ബാധയുടെ അല്ലെങ്കിൽ അത് ബാധിക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് വളരെ വ്യാപകമായിട്ട് ക്യാമ്പയിനുകളിലൊക്കെ കാണുന്ന ഒരു സ്ലോഗൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു പോയിൻ്റ് എന്ന് പറയുന്നത്, നിങ്ങൾ സെക്ഷൽ റിലേഷൻഷിപ്പിൽ സെക്യൂർ ആയിട്ടുള്ള അല്ലെങ്കിൽ പ്രൊട്ടക്റ്റീവായിട്ടുള്ള മെഷേഴ്സ് സ്വീകരിക്കുക എന്നുള്ളതാണ്, കോൺട്രാസെപ്റ്റീവ്സ് ഉപയോഗിക്കുക എന്നുള്ളതാണ്. പക്ഷേ നമ്മളതിനെ ക്രിട്ടിക്കലി ഇവാലുവേറ്റ് ചെയ്ത് നോക്കിയാൽ അല്ലെങ്കിൽ ലോജിക്കലി അതിനെ ഇവാലുവേറ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരിക്കലും ഒരു സെക്ഷൽ റിലേഷൻഷിപ്പിൻ്റെ ഏറ്റവും സേഫസ്റ്റ് ആയിട്ടുള്ള മെത്തേഡ് അല്ല ഈ പ്രൊട്ടക്റ്റീവ് മെഷേഴ്സ് യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഏറ്റവും സേഫസ്റ്റ് ആയിട്ടുള്ള സെക്ഷൽ റിലേഷൻഷിപ്പ് ഏതാണെന്ന് ചോദിച്ചാൽ മാരിറ്റൽ ലൈഫിനകത്ത് സെക്ഷൽ റിലേഷൻഷിപ്പ് കൺഫൈൻ ചെയ്യുക എന്നുള്ളതാണ്. പ്രീ മാരിറ്റലായിട്ടുള്ള എക്സ്ട്രാ മാരിറ്റലായിട്ടുള്ള സെക്ഷൽ റിലേഷൻഷിപ്പാണ് ഒബ്വിയസ്ലി ഇങ്ങനെയുള്ള സെക്ഷലി ട്രാൻസ്മിറ്റിംഗ് ആയിട്ടുള്ള ഡിസീസുകൾക്ക് കാരണമാകുന്നത് എന്നുള്ളത് വളരെ വസ്തുതാപരമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ നമുക്ക് HIV, എയ്ഡ്സ് പോലുള്ള അസുഖങ്ങൾ അല്ലെങ്കിൽ സെക്ഷലി ട്രാൻസ്മിറ്റിംഗ് ആയിട്ടുള്ള മറ്റ് അസുഖങ്ങളെ പ്രതിരോധിക്കണമെങ്കിൽ നമ്മളുടെ ഒരു സെക്ഷൽ ബിഹേവിയർ സെൽഫ് കൺട്രോളിലേക്ക് കൊണ്ടുവരികയും നമ്മളുടെ സെക്ഷൽ റിലേഷൻഷിപ്പ് മാരിറ്റൽ ലൈഫിനകത്തേക്ക് കൺഫൈൻ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടും നമ്മൾ ക്യാമ്പയിൻ ചെയ്യേണ്ട ആശയം എന്നുള്ളത് വളരെ വസ്തുതാപരമായിട്ടുള്ളൊരു കാര്യമാണ്.
പ്രീ മാരിറ്റൽ ആയിട്ടുള്ള എക്സ്ട്രാ മാരിറ്റൽ ആയിട്ടുള്ള റിലേഷൻഷിപ്പുകൾ ഒഴിവാക്കുന്നത് പോലുള്ള സേഫസ്റ്റ് ആയിട്ടുള്ള മെത്തേഡ് വേറൊന്നും ഇല്ല എന്നുള്ളത് ജനറേഷൻ സി ആണെങ്കിലും ഇനി വരാനിരിക്കുന്ന ജനറേഷൻ ആണെങ്കിലും ഓൾറെഡി ഉള്ള ജനറേഷൻസ് ആണെങ്കിലും മനസ്സിലാക്കുകയും അതിനെക്കുറിച്ചൊരു പ്രോപ്പറായിട്ടുള്ള ഡിസ്കഷൻ നമ്മുടെ സൊസൈറ്റിയിൽ ഒരു ലാർജർ ലെവലിൽ ഉണ്ടാകേണ്ടുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എന്നാൽ മാത്രമേ ഇത്തരത്തിലുള്ള അസുഖങ്ങളെ നമ്മുടെ സമൂഹത്തിൽ വ്യാപിക്കുന്നത് കുറയ്ക്കാനും കുറേ കൂടെ വളരെ ഹെൽത്തി ആയിട്ടുള്ള സ്മാർട്ടായിട്ടുള്ള പ്രോമിസിംഗ് ആയിട്ടുള്ള ഇൻഡിവിജ്വലി തന്നെ അതുപോലെ തന്നെ സോഷ്യലി പ്രോമിസിംഗ് ആയിട്ടുള്ള ഒരു ജനറേഷൻ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് കഴിയുകയുള്ളൂ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. താങ്ക് യു സോ മച്ച്.